വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ റിവിഷനിൽ നമ്മൾ പഠിച്ചത് കേരളത്തിലെ നദികളാണെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കായലുകളും ശുദ്ധജല തടാകങ്ങളും ഒക്കെയാണ്. അപ്പൊ കേരളത്തിൽ നദികളെ പോലെ തന്നെ നദികൾ 44 പഠിച്ചു. നദികളെ പോലെ 34 കായലുകളാണ് ഉള്ളത്. അപ്പൊ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34 കായലുകളാണ്. ഈ 34 കായലുകളിൽ ഇവയില് 7 ഉൾനാടൻ ജലാശയങ്ങളാണ്. അപ്പൊ ഏതൊക്കെയാണ് ഉൾനാടൻ ജലാശയങ്ങൾ എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. കവ്വായി. കവ്വായി ഒരു ഉൾനാടൻ ജലാശയമാണ്. കവ്വായി എവിടെയാണ്? കണ്ണൂരാണ്. അടുത്തത് അകലപ്പുഴയാണ്. ഏതാണ്? അകലപ്പുഴ. അകലപ്പുഴ എവിടെയാണ്? അകലപ്പുഴ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോടാണ്. അടുത്തത് വെള്ളായണിയാണ്. ഏതാണ്? വെള്ളായണി എന്ന് പറയും. വെള്ളായണി എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്തത് മുരിയാടാണ്. മുരിയാട് തടാകം എന്ന് പറയും. മുരിയാട് എവിടെയാണ്? തൃശൂർ ജില്ലയിലാണ്. അടുത്തത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ ട്ടോ. കൊടുങ്ങല്ലൂർ മാത്രല്ല, കൊടുങ്ങല്ലൂർ വാരാപ്പുഴ എന്നാ പറയാ. കൊടുങ്ങല്ലൂർ വാരാപ്പുഴ അതെവിടെയാണ്? തൃശൂർ ജില്ലയിലാണ്. അടുത്തത് ശാസ്താംകോട്ടയാണ്. ശാസ്താംകോട്ട എവിടെയാണ്? ശാസ്താംകോട്ട കൊല്ലം ജില്ലയിലാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് ഒന്നും കൂടി ഉണ്ട്. ഏനാമാക്കൽ മനക്കൊടി. ഏനാമാക്കൽ. ഏനാമാക്കൽ മനക്കൊടി അതെവിടെയാണ്? അതും തൃശൂർ ജില്ലയിലാണ്. ഇതൊക്കെ തന്നെ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങള് കേരളത്തിലെ 7 ഉൾനാടൻ ജലാശയങ്ങളാണ് കേട്ടോ. അപ്പൊ കേരളത്തില് പ്രധാനമായിട്ടും 7 ഉൾനാടൻ ജലാശയങ്ങളും എന്താണ് ഉൾനാടൻ ജലാശയങ്ങളുണ്ട്. മൊത്തം 34 കായലാണ്. ഇവയിൽ 7 ഉൾനാടൻ ജലാശയങ്ങളും 27 സമുദ്രവുമായിട്ട് എന്താ പറയുന്നത് ചേരുന്നവയുമാണ്. ഇനി കേരളത്തിലെ കേരളത്തെ വിശേഷിപ്പിക്കുന്ന തന്നെ കായലുകളുടെയും തടാകങ്ങളുടെയും ലഗൂണുകളുടെയും ഒക്കെ നാട് എന്നാണ്. കേരളത്തിലെ കായലുകളിൽ ഏറ്റവും വലിയ കായൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് വേമ്പനാട് കായലിനെയാണ്. എന്തിനെയാണ്? വേമ്പനാട് കായലിനെയാണ്. ഏറ്റവും വലുതും നീളമേറിയതുമായിട്ടുള്ള കായലാണ് വേമ്പനാട് കായൽ. എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ഈ വേമ്പനാട് കായലിന് എന്താണ്? കൊച്ചി കായൽ എന്നൊരു പേരുണ്ട്. അപ്പൊ വേമ്പനാട് കായലിന്റെ വേറെ പേരുകളാണ് കൊച്ചി കായൽ. ഇനി അടുത്തത് വീരൻപുഴ എന്നറിയപ്പെടുന്നതും വേമ്പനാട് കായലാണ്. അതുപോലെ തന്നെ എന്താണ്? കുട്ടനാടിൽ ഇത് പുന്നമട കായൽ എന്നും അറിയപ്പെടുന്നുണ്ട്. വേമ്പനാട് കായലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് കുറച്ച് ദ്വീപുകളുണ്ട്. വേമ്പനാട് കായലിലെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ് പാതിരാമണൽ ദ്വീപ്, അതുപോലെ തന്നെ പെരുമ്പളം എന്ന് പറയുന്ന ദ്വീപ്, അതുപോലെ തന്നെ വൈപ്പിൻ എന്ന് പറയുന്ന ദ്വീപ്, പിന്നെ വെല്ലിംഗ്ടൺ. ഏതാണ്? വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന ദ്വീപ്, പിന്നെ കടമക്കുടി. ഏതാണ്? കടമക്കുടി എന്ന് പറയുന്ന ദ്വീപ്. അടുത്തത് വല്ലാർപാടം. ഇതൊക്കെ തന്നെ എന്താണ്? വേമ്പനാട് കായലിലെ പ്രസിദ്ധമായിട്ടുള്ള ദ്വീപുകളാണെന്ന് പറയാം. വേമ്പനാട് കായൽ റംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. റംസാർ പട്ടികയിൽ ഇടം നേടിയത് 2002 എന്നും കൂടി ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ വേമ്പനാട് കായലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേമ്പനാട് കായൽ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ പഠിക്കാൻ പോണേ? വേമ്പനാട് കായലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇനി നമ്മള് മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാം. തണ്ണീർമുക്കം എന്ന് പറയുന്ന ഒരു ബണ്ട് ഉണ്ട്. ഈ തണ്ണീർമുക്കം ബണ്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും വേമ്പനാട് കായലാണെന്ന് പറയണം. അതുപോലെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നു. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി വേമ്പനാട് കായലിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ തന്നെ എന്താണ്? നമ്മുടെ വേമ്പനാട് കായലുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണെന്ന് മനസ്സിലാക്കാം. അടുത്തത് അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായലിനെ നമ്മൾ വിളിക്കുന്നത് ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നാണ്. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്ന് വിളിക്കുന്നത് അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായല് കേരളത്തിലെ വലിയ രണ്ടാമത്തെ കായലാണ്. ഇതിന് പനയോല അല്ലെങ്കിൽ നീരാളി അതിന്റെയൊക്കെ ആകൃതിയാണെന്നാ പറയണത്. ഇതും എന്താ റംസാർ പട്ടികയിൽ ഇടം നേടിയതാണ് 2002 തന്നെയാണ്. അറബിക്കടലുമായിട്ട് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായിട്ട് യോജിക്കുന്ന സ്ഥലത്തെ നമ്മൾ വിളിക്കുന്നത് നീണ്ടകര അഴി എന്നാണ്. നീണ്ടകര അഴി ട്ടോ. അഷ്ടമുടി കായലില് 8 ചെറിയ ദ്വീപുകളുണ്ട്. ആ ദ്വീപുകളെ നമ്മൾ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? മൺട്രോ തുരുത്ത് എന്നാണ്. മൺട്രോ തുരുത്ത് എന്നാണ് വിളിക്കുന്നത്. ഇനി വളരെ പ്രസിദ്ധമായിട്ടുള്ള 1988 ജൂലൈ 8 നടന്ന പെരുമൺ ദുരന്തം എവിടെയാണ്? അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായലിൽ കേട്ടോ.
പെരുമൺ ദുരന്തം നടന്നത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് അഷ്ടമുടി കായലുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. പിന്നെ കേരളത്തിൽ ഒരു സീ പ്ലെയിൻ സർവീസ് ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഷ്ടമുടി കായലാ പറയാം. അടുത്തത് ശാസ്താംകോട്ട എന്ന് പറയും. ശാസ്താംകോട്ട കായല്. ശാസ്താംകോട്ട കായലിന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയാണെന്നാ പറയണേ. എഫ് ആകൃതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. അപ്പൊ ശാസ്താംകോട്ടയുടെ പ്രത്യേകത എന്താ? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്താംകോട്ട നമ്മൾ പറയും. ശാസ്താംകോട്ട എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം കൊല്ലം ജില്ലയിലാണ്. ശാസ്താംകോട്ടയെ റംസർ സൈറ്റിൽ ഉൾപ്പെടുത്തിയതും എവിടെ എന്ന് തന്നെയാണ്? 2002 തന്നെയാണ്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നതും ഏതാണ്? ശാസ്താംകോട്ട കായലുകളാണ് കേട്ടോ. കായലുകളുടെ രാജ്ഞി എന്ന് വിളിക്കുന്നത് ശാസ്താംകോട്ട കായലിനെയാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് പൂക്കോട് തടാകം. അടുത്തതാണ് പൂക്കോട് തടാകം. പൂക്കോട് തടാകത്തിന്റെ പ്രത്യേകത ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയാണ് പൂക്കോട് തടാകത്തിന്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയണ്ടേ? പൂക്കോട് തടാകമാണ് നമ്മൾ പറയേണ്ടത്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട് തടാകം. ഇനി കുറച്ച് തടാകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം ഏതാണ്? മനാഞ്ചിറ തടാകം. മനാഞ്ചിറ തടാകമാണ് മനുഷ്യനിർമ്മിത ശുദ്ധ തടാകം. മാനാഞ്ചിറ തടാകം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിൽ. മാനാഞ്ചിറ കോഴിക്കോട് ജില്ലയിലെ തടാകം മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടയാണെങ്കിൽ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകമാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ്? വെള്ളായണിയാണ്. തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണിയാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണിയാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? വടക്കേ അറ്റത്തെ കായൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഉപ്പളക്കായലാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ കായൽ എന്ന് പറയുന്നത്, ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ എന്ന് പറയുന്നത് വേളി കായലാണ്. തെക്കേ അറ്റത്തെ കായൽ എന്ന് പറയുന്നത് വേളി കായലാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതി ശാസ്താംകോട്ടയ്ക്ക്, ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതി പൂക്കോട് തടാകത്തിന്, പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതി അഷ്ടമുടി കായലിന്. ഇനി കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള ഒരു തടാകമുണ്ട്. അത് വയനാട് ജില്ലയിലെ മേപ്പടി തടാകമാണ്. ഹൃദയത്തിന്റെ ആകൃതി ഏതാണ്? മേപ്പടിക്കാണ് ഹൃദയത്തിന്റെ ആകൃതി കേട്ടോ. ഏതാണ്? ഹൃദയത്തിന്റെ ആകൃതിയാണ്. ഇനി നമ്മളോട് ചോദിക്കും, അതായത് ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? ഇന്ദിരാഗാന്ധി ട്രോഫി നടക്കുന്നത് കൊച്ചി കായലിലാണ്. അങ്ങനെയാണെങ്കിൽ രാജീവ് ഗാന്ധി ട്രോഫി നടക്കുന്നത് എവിടെയാണ്? രാജീവ് ഗാന്ധി ട്രോഫി നടക്കുന്നത് പുളിക്കുന്നിലാണ്. എവിടെയാണ്? പുളിക്കുന്ന് കായലിലാണ്. നെഹ്റു ട്രോഫി നമുക്കറിയാലോ, പുന്നമട കായലിലാണ് അല്ലെ. അപ്പോ പ്രസിഡന്റ്സ് ട്രോഫി നടക്കുന്നത് എവിടെയാണ്? പ്രസിഡന്റ്സ് ട്രോഫി നടക്കുന്നത് എവിടെയാണ്? അഷ്ടമുടി കായലിലാണ് പ്രസിഡന്റ്സ് ട്രോഫി നടക്കുന്നത്. ശ്രീനാരായണ ട്രോഫി നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ട്രോഫി കന്നേറ്റി കായലിലാണ് കേട്ടോ. കന്നേറ്റി കായലിലാണ്. ഇനി അടുത്തത് അയ്യങ്കാളി ട്രോഫി നടക്കുന്നത്. അയ്യങ്കാളി ട്രോഫി നടക്കുന്നത് വെള്ളായണി കായലിലാണ്. എവിടെയാണ്? വെള്ളായണി കായൽ. ഇനി ചെറിയ ചില തടാകങ്ങളെ അല്ലെങ്കിൽ കായലുകളെ തന്നിട്ട് അത് എവിടെയാന്ന് ചോദിച്ചാൽ നമുക്കറിയണം. അപ്പൊ കായൽ, എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ് അടുത്തത് ആക്കുളം എവിടെയാണ്? അതെല്ലാവർക്കും അറിയാലേ, ആക്കുളം എവിടെയാണ്? തിരുവനന്തപുരം. ആക്കുളം, അഞ്ചുതെങ്ങ്, വേളി അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ്. അറിയാത്തവർ അടുത്ത് നോക്കുക. കുമ്പള എവിടെയാണ്? കാസർഗോഡാണ്. കുമ്പള എവിടെയാണ്? കാസർഗോഡാണ്. അതുപോലെ തന്നെ കൽനാടും എവിടെയാണ്? കൽനാട് കായല്, കൽനാടും എവിടെ തന്നെയാണ്? കാസർഗോഡ് ജില്ലയിലാണെന്ന് ഓർത്തു വയ്ക്കാം. ക്ലിയർ ആയോ? അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട കായലുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഇടയിൽ നമ്മൾ റംസാർ ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ റംസാർ ഉടമ്പടി എന്ന് പറഞ്ഞാൽ തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും അവയുടെ സംരക്ഷണത്തിന്റെയും വിവേകപൂർവമായിട്ടുള്ള വിനിയോഗത്തിന് അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഒരു ഉടമ്പടിയാണ് റംസാർ കൺവെൻഷൻ അഥവാ റംസാർ ഉടമ്പടി. ഇത് ഇറാനിലാണ്. റംസാർ എവിടെയാണ്? ഇറാനിൽ.
1974 റംസാൻ ഉടമ്പടി 1971 ഒപ്പുവെച്ചു. 1975 നിലവിൽ വന്നു. നിലവിൽ ഇന്ത്യയിൽ നിന്ന് റംസാർ പട്ടികയിൽ 42ഓളം കേന്ദ്രങ്ങൾ ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2002 അതിൽ അഷ്ടമുടി കായലും വേമ്പനാട് കായലും ശാസ്താംകോട്ട കായലൊക്കെ ഈ ഇടം നേടിയത്. കൂടാതെ കൗവായി കായലും ഈ അടുത്ത കാലത്ത് എന്തിലിടം നേടുകയുണ്ടായി? ഇടം നേടാൻ പോകുന്ന കായലായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയാണ് കേരളത്തിലെ കായലുകൾ എന്ന് പറയുന്ന ഭാഗം. അപ്പൊ നമ്മൾ കേരളത്തിലെ മെയിൻ ആയിട്ടുള്ള ഫാക്ട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ പഠനം കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മള് കേരളവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്താ പറയാ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, ഇതൊക്കെ ഇത്രയും പഠിച്ച കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത്രയും ഭാഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിച്ച കുറച്ച് കാര്യങ്ങളായിരിക്കും, പ്രീവിയസ് ഇയറിൽ ചോദിച്ച കാര്യങ്ങളായിരിക്കും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ.